നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. നേരത്തെ ഈ ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയ സാഹചര്യത്തിൽ കുടുംബം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. എന്നാലും ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് ഇന്ന് അറിയുവാൻ സാധിക്കും. എന്തായാലും കുടുംബത്തിന്റെ CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ സർക്കാർ ഇന്ന് മറുപടി നൽകും. ADMനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നും CPM നേതാവ് പ്രതിയായ കേസിൽ സത്യം പുറത്തു വരണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ ഹർജിയിലെ പ്രധാന ആവശ്യം. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. അപ്പീലിൽ സംസ്ഥാന സർക്കാരും CBIയും ഡിവിഷൻ ബെഞ്ചിൽ നിലപാട് വ്യക്തമാക്കും. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രധാന വാദം വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധി എന്നാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ടെന്നും സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല എന്നും കുടുംബം വാദിക്കുന്നുണ്ട്. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത് ഉള്ളത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അപൂർവ സാഹചര്യമാണ് ഈ കേസിലുള്ളത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം വേണം. കുടുംബത്തിന് നീതി കിട്ടിയെന്ന് പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെടാനാകണം. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തസാന്നിധ്യത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വഴി ഉത്തരം കിട്ടിയില്ല. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മേൽ സംശയമുയർത്തുന്നുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് ശരിയായ രീതിയിലായിരുന്നില്ല. ആത്മഹത്യയെങ്കിൽ ഉമിനീര് പുറത്തു വരുമായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, അപ്പീലിലെ മറ്റൊരു വാദം ഈ കേസ് ഡയറിയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും സിംഗിൾ ബെഞ്ച് ശരിയായി പരിശോധിച്ചില്ല. കേസിൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്നതടക്കമുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. അതേസമയം നേരത്തെ ഈ ഒരു ഹർജി തള്ളിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത് CBI അന്വേഷണം ആവശ്യമില്ല എന്നായിരുന്നു. പ്രത്യേക സംഘം കുടുംബത്തിന്റെ ആക്ഷേപങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് ഉത്തരവ് നേരത്തെ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്നു. കുടുംബത്തിന്റെ ഹർജി തീർപ്പാക്കിയായിരുന്നു ഹൈക്കോടതി നടപടി സ്വീകരിച്ചത്. CBIക്ക് കൈമാറണമെന്ന ആവശ്യം അനുവദിക്കാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. കണ്ണൂർ DIG അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്ന് തന്നെ മഞ്ജുഷ വ്യക്തമാക്കിയതായിരുന്നു ഈ അപ്പീലുമായി മുന്നോട്ട് പോകുമെന്ന്, പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല, ഏതറ്റം വരെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നതടക്കമുള്ള പ്രതികരണം മഞ്ജുഷ നടത്തിയിരുന്നു. അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഹർജി കൃത്യമായി പരിഗണിച്ചില്ലെന്ന് മഞ്ജുഷ വ്യക്തമാക്കിയിരുന്നു. പിന്നോട്ട് മാറാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് മഞ്ജുഷ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചായിരുന്നു വിധി പറഞ്ഞത്. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്നതടക്കം സംശയിക്കുന്നതിനാൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. എന്നാൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ശരിയായ രീതിയിലാണെന്നും അതിനാൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നുമായിരുന്നു സർക്കാർ നിലപാട് സ്വീകരിച്ചത്. ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണ് ഉയർത്തുന്നതെന്നും വസ്തുതകളൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBIയും നിലപാട് അറിയിച്ചിരുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.